ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വിവാദമായി നടക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ തൊപ്പീൻ്റെ കൂടെ നടക്കുന്ന മമ്മൂൻ്റെ കേസ്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അതായത് മമ്മൂന്റെ ഇന്റർവ്യൂ ആയിരിക്കും പറഞ്ഞല്ലേ. ഒരു തിരിച്ചൊരു ചോദ്യം എനിക്ക് അതേ വിഷയത്തിൽ, എന്തുകൊണ്ട് മമ്മൂന് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയത് എവിടുന്നാണ് മമ്മൂന് ഇങ്ങനെ ധൈര്യം കിട്ടിയത്? അതേപോലെ ആ ഒരു ചോദ്യം ഒരു ഉടുപ്പില്ലാതെ ചോദിക്കാനുള്ള ഒരു മൈൻഡ് വന്നത് എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക്? ചെയ്തത് രണ്ടുപേരും തെറ്റാണ്, ഞാൻ അവരെ മാത്രം കുറ്റപ്പെടുത്താന്നുള്ളതിനപ്പുറം ഇതിന്റെ ഒരു മറുവശം കൂടി ഉണ്ട്. ഇത് ഇവർ രണ്ടാളിൽ മാത്രം ഒതുങ്ങുന്നൊരു പ്രശ്നമല്ല. സമൂഹത്തിൽ നമ്മൾ ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിൽ വരുന്ന ഷോർട്ട് ഫിലിമുകളാവട്ടെ അതിലെങ്ങനെ ഒളിഞ്ഞു നോക്കണം, ഒളിഞ്ഞു നോട്ടത്തിന്റെ പല രൂപങ്ങൾ, അതിനെങ്ങനെയെല്ലാം വക്രീകരിച്ച് കാണിക്കാം, ഏതെല്ലാം രൂപത്തിൽ സംസാരിക്കാം, ഇതൊക്കെ തുറന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കണ്ടുവരുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അവരിൽ നിന്നാണ് ഇതെല്ലാം കണ്ടിട്ട് ചെയ്തു പോവാണ്. ചെയ്യുന്ന വലിയ തെറ്റാണ്. പക്ഷെ ഇപ്പുറത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, അതായത് ഇത്തരം ഫിലിമുകളും ഷോർട്ട് ഫിലിമുകളൊക്കെ അതൊന്നൊരു തെറ്റല്ലാതെ വരുന്നത് അങ്ങനെ ഉണ്ടോ? അതിൽ ഏറ്റവും വലിയ തെറ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒളിഞ്ഞു നോക്കണം എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഷോർട്ട് ഫിലിമുകൾ ഇവിടെ ഉണ്ടായിരിക്കെ അതിനെ ഒന്നും വിമർശിക്കാതെ ഇവർ ചെയ്ത ഈ രണ്ടു പേരെ മാത്രം വിമർശിക്കുക എന്നുള്ളതിൽ എന്ത് ലോജിക്കാണത്? അപ്പോൾ ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സിനിമകള് ഇങ്ങനത്തെ കാര്യങ്ങള് പക്കാ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ട് ആൾക്കാർ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി ലൈക്ക് ഇതെല്ലാം ഒരു സാധാരണ നടക്കുന്ന കാര്യമായി മാറുകയാണെന്നുള്ളതാണോ? യെസ്, എല്ലാം എന്ത് ചെയ്യാണ്, ഒരു സാധാരണയായിട്ടുള്ള, അതായത് കോമൺ ആയ, അതായത് വേറെ വാക്കുണ്ടല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ ട്രെൻഡിന് അപ്പുറം ഒരു ജനറലൈസ് ചെയ്യുക എല്ലാ പ്രശ്നങ്ങളും. ഒരു ഇതൊക്കെ പൊതുവായി നടക്കുന്ന വിഷയമാണ് എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, സംസാരിക്കുക, ആ രൂപത്തിൽ പെരുമാറുക. മറ്റുള്ള സ്ത്രീകളെ അവമതിച്ച രൂപത്തിൽ കമന്റുകളും വീഡിയോയിൽ വന്ന് തന്നെ സംസാരിക്കുന്നത് നമുക്ക് ഒരുപാട് കാണാം. അതുപോലെ തിരിച്ചും വരുന്നുണ്ട് പുരുഷന്മാർക്കെതിരെയും. അവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല. അതുപോലെ സോഷ്യൽ മീഡിയ ലൈവിൽ വന്നിട്ട് ഉടുതുണി മുഴുവൻ അയച്ചിട്ട രൂപത്തിലൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ, ഇതൊക്കെ ചെറിയ മക്കൾ കാണുന്നില്ലേ? ഇതിനെ കുറിച്ചൊന്നും ആർക്കൊന്നും പറയാനില്ലേ? അതൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെല്ലാം കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളുമില്ല. എല്ലാവരും അവനവന്റെ സ്വാതന്ത്ര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കടമയും കടപ്പാടും ഉത്തരവാദിത്വം ഉണ്ടാകും. അല്ലേ? ഒരു ചെറിയ കുട്ടിക്ക് ആ കുട്ടിക്ക് വളർന്നു വരുന്ന സ്വന്തക്ക് സാധ്യമാണോ? ഇല്ല. ആ കുട്ടി അപ്പിട്ടതും അതിന് ഭക്ഷണം കൊടുക്കുന്നതും ഇതിന്റെ എല്ലാ കാര്യവും ആര് നോക്കുന്നുണ്ട്? അത് ആ കുട്ടിയുടെ ഉമ്മ നോക്കുകയാണ്, അല്ലെ അമ്മ നോക്കുകയാണ്. പരസ്പരം ആശ്രയിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഈ ആശ്രയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ കടമയും കടപ്പാടും ഉത്തരവാദിത്വം എന്താണെന്ന് അറിയണം. അതറിയുന്ന ഒരാൾക്ക് ഒരിക്കലും ബാത്റൂമിൽ നിന്ന് പ്രസവിച്ച ഒരു കുട്ടി, ഒരു പെൺകുട്ടി, അടുത്ത് നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ, ബാത്റൂമിൽ നിന്ന് ഒരു കുട്ടി പ്രസവിച്ചത് എടുത്ത് വലിച്ച് കുട്ടിയെ വെറിയാണ് റോട്ടിലേക്ക്. എത്ര ക്രൂരമായൊരു സ്വഭാവമാണ്. പക്ഷെ അതൊക്കെ നോർമലായി വരുന്നത് എന്തുകൊണ്ടാണ്? പലരും ഇങ്ങനെ ചെയ്യുന്നു, പലരിലൂടെയും ഇത്തരം വാർത്തകൾ കേൾക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്തൊരു രൂപം. അതാണല്ലോ സംഭവിക്കുന്നത്. ഇന്ന് വരുന്ന ഒട്ടുമിക്ക സിനിമകളാവട്ടെ അത് കള്ളിനെ വല്ലാതെ നോർമലാക്കി കാണിക്കുന്നു, ലഹരിയെ വല്ലാതെ നോർമലാക്കി കാണിക്കുന്നു. അതായത് ലജ്ജാവഹമായി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ജനറലൈസ് ചെയ്യപ്പെട്ടാണ്. യെസ്, ലജ്ജാവഹം എന്നതിനപ്പുറം ഞാൻ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, എന്നെ കണ്ട് പലരും അനുകരിക്കുന്നുണ്ട്. ഒരു കുട്ടി ഉമ്മയെയും ബാപ്പയും അനുകരിക്കുന്നത് പോലെ, തൻ്റെ അധ്യാപകന്മാരിലൂടെ പലതും അനുകരിക്കുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ പലതും അനുകരിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യാണ്, പിന്നീട് ഒരു തലമുറയെ മൊത്തം അത് ബാധിക്കാണ്. അത് സിമ്പിളായി പറയുകയാണെങ്കിൽ, ഈ അടുത്ത് നമ്മൾ SSLC വരെ കുട്ടികളെ ജയിപ്പിച്ച് വരുന്നൊരു കാലഘട്ടം ഉണ്ടായി. ഈ അടുത്ത് ഇപ്പോൾ തോൽപ്പിക്കാൻ തീരുമാനം വന്നു. പക്ഷേ അതിൻ്റെ ഒരു വലിയൊരു ഭവിഷ്യത്ത് ഞാനിപ്പോൾ അനുഭവിച്ചു തുടങ്ങി. ഞാനൊരു അധ്യാപകനാണ്. ഈ അധ്യാപകനായ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ചെറിയ കുട്ടികളെ വിഷയത്തിൽ മലയാളം എഴുതാനോ വായിക്കാനോ അറിയില്ല. ഡിഗ്രി കഴിഞ്ഞിട്ടും അവർക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് സങ്കടം. ഇത്രയും കാലം പഠിച്ചത് എന്തായിരുന്നു, ഏത് ഭാഷയായിരുന്നു, ആ ഭാഷ പോലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയ ഭവിഷ്യത്തല്ല. അതെന്തുകൊണ്ടാണ്? പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, കാര്യം കടന്നു പോകുമെന്ന ഒരു നോർമൽ ചിന്താഗതി. അതൊക്കെ എനിക്ക് മാത്രമല്ല, മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയാണ് എന്ന രൂപത്തിലേക്ക് ചിന്തിച്ചു പോവാം. സർവൈവിംഗ് ഒരു സാധനം ഇല്ല. പിന്നീട് എന്ത് ചെയ്യാണ്, അത് അതിലാണ് അഡിക്റ്റ് ആയി പോവാറ്. ആ ഒരു അവസ്ഥയ്ക്കാണ് വരുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു വിഷയം, ഇവിടെ ഈ രണ്ട് വ്യക്തികളുടെ വിഷയത്തിൽ തന്നെ നമ്മളെല്ലാവരും അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷെ ഇതിൻ്റെ അടിവേര് എന്താ നോക്കിയിട്ട് അതിന് ചികിത്സ കൊടുക്കുക, അതിനൊരു പരിഹാരം കാണുക, ഇതല്ല ഉള്ളത്. എല്ലാവരും എന്ത് ചെയ്യുന്നു,
പ്രശ്നത്തെ മാത്രം കണ്ട് അതിനെതിരെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക. അതിനപ്പുറം ഈ പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് ചിന്തിക്കുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോസ് അല്ലേ, അത് എത്ര മക്കളെ കണ്ടുപോകുന്നത്. ആ മക്കൾക്കിടയിൽ എന്ത് ഇൻഫർമേഷനാണ് പല വീഡിയോസും കൊടുക്കുന്നത്, എന്ത് മെസ്സേജ്, സമൂഹത്തിൽ എന്ത് ഉപകാരമുള്ള വീഡിയോസാണ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ക്യാഷ് എന്നതിനപ്പുറം ചിലത് പഠിക്കേണ്ടതില്ല, ചില ഉത്തരവാദിത്തങ്ങളില്ല. മൈത്രയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, കേട്ടിട്ടുണ്ടാവും. എല്ലാത്തിനും എന്ത് ചെയ്യും, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം മാത്രമേ സംസാരിക്കൂ. സൺഡേ അതൊക്കെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതിനപ്പുറം ഒരു കടമ, കടപ്പാട്, ഉത്തരവാദിത്വം ഒരു കുടുംബമാകുമ്പോൾ ഉള്ളത്, സമൂഹത്തിലാകുമ്പോൾ ഉള്ളത്, അതുപോലെ തന്നെ ഒരു വീട്ടിലാകുമ്പോൾ, അതുപോലെ ഒരു ഇന്റർവ്യൂലാകുമ്പോൾ, ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഒരു പക്വതയും വിവേകവും വകതിരിവും ഇത് വേണ്ടതുണ്ട്. ഇതില്ലാതെ പോവാണ് പ്രശ്നം. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, തൊപ്പി ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസർ ആയിട്ട് പലതും ചെയ്തു കൂട്ടിയിരുന്നു. ഇന്ന് അത് കണ്ട് അവൻ തന്നെ ഖേദം വരുന്ന പല വീഡിയോസ് നമ്മൾ കണ്ടു. അതായത് ലൈക്ക് ഞാനൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ്, ലൈക്ക് തൊപ്പി ഒരു BMW മേടിച്ചു എന്നുള്ളതിന്റെ ഇത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തൊപ്പി അതിനെ ഇന്ന ആളാണ് ചെയ്തത്, അതേപോലെ ഇന്ന പ്രശ്നം കൊണ്ടാണ് ചെയ്തതെന്ന് പറയാതെ എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. ലൈക്ക് ആ ഒരാള് പ്രത്യേകിച്ച് എടുത്ത് പറയാനോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ കാണിക്കാനോ തൊപ്പി നിന്നില്ല. ലൈക്ക് തൊപ്പി ഈസ് ഗെറ്റിംഗ് ഗ്രോൺ അപ്പ്, ലൈക്ക് ഹീസ് ഗെറ്റിംഗ് മെച്യൂർഡ് എന്നുള്ളൊരു കമന്റിലാണ് ആ ഒരു പോസ്റ്റ് വന്നത്. തൊപ്പിക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ആർക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ അത് ഇപ്പൊ മനസ്സിലാകുമ്പോഴേക്കും എന്തുണ്ടായാറോ, അവൻ അനുകരിച്ച് വന്ന ഒരു വലിയൊരു തലമുറ അവിടെ ഉണ്ട്. അവരിൽ പലരും ഇപ്പം എന്ത് ചെയ്യാണ്, ഇത്തരം രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണം മമ്മു എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പക്ഷെ അവർക്ക് ആ ഒരു ഘട്ടത്തിൽ അവരുടെ ചെറുപ്പം മുതൽ അവർക്ക് കിട്ടേണ്ട പലതുണ്ട്. അവരെ മനസ്സിലാക്കേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതും അവർക്ക് നൽകേണ്ടതുമായ പലതുണ്ട്. നമ്മൾ സ്കൂളുകളിലൊന്നും അത്രയും വിദ്യാഭ്യാസമല്ല. ഒരു അമ്മയാര്, ഒരു അച്ഛനാര്, അതുപോലെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത്തരം വിഷയങ്ങളൊന്നും ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്നില്ല. ഇത് ഭയങ്കര സങ്കടമാണ്. പിന്നീട് നമ്മൾ കുറെ കഴിഞ്ഞിട്ട് അത് ആലോചിക്കുമ്പോഴേക്ക് നമ്മുടെ ഇത്രയും വലിയൊരു ഗ്യാപ്പ് സമൂഹത്തിലിടയിൽ വരും. അതായത് നല്ലൊരു സമൂഹം, നല്ലൊരു കൾച്ചറുള്ള സമൂഹം പിന്നെ കെട്ട സമൂഹമായിട്ട് വരിക, പിന്നെ നന്മയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അതൊരിക്കലും കഴിയൂല. നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഗതിച്ചിട്ട് കാര്യമല്ല. ഇപ്പൊ തൊപ്പിക്ക് തോന്നുകയാണ് ഞാനൊക്കെ ചെയ്തത് വളരെ മോശം എന്നുള്ളത്. ഈ അടുത്തൊരു സിനിമാ നിർമ്മാതാവ്, ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു, എന്റെ സിനിമയിൽ ഞാൻ വേണ്ടാത്ത പലതും കാണിച്ചിരുന്നു, ഇന്ന് എനിക്കത് കാണുമ്പോൾ ഖേദമുണ്ടെന്ന് പറയാണ്. പക്ഷെ ആ ഖേദം കൊണ്ട് എന്താ ഉണ്ടായത്, ഒരു തീരുമാനം, ഒന്നൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയില്ല. അതിനു മുമ്പേ ആ സിനിമ എല്ലാവരുടെയും കയ്യിലേക്ക് എത്തി, അത് പലരും അനുകരിച്ചു, പലരും കണ്ടു. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും എന്ത് ചിന്തിക്കുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയാണ്. എല്ലാവരും താൽക്കാലിക സുഖം, താൽക്കാലിക സന്തോഷം. അതിനപ്പുറം എൻ്റെ തലമുറ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഒരു തരം ഒരു സ്വാർത്ഥത എന്ന രൂപത്തിലേക്ക് പോകും. അതുകൊണ്ട് എന്താ കിട്ടാനുള്ളത്, ഒരു പ്രൊഡ്യൂസർ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. എന്നെ കാണാൻ വന്ന് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നതാണ് ഒരു കോഴ്സ്. ഈ കോഴ്സ് പഠിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാനിങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ലഹരി, അടിപിടി, കഞ്ചാവ്, ലഹരി, MDMA, ഈ വിഷയം, പിന്നെ അടിപിടി, ഇത് മാത്രമാണ് അതിലുള്ള കണ്ടന്റ്. എനിക്കതിൻ്റെ ഒരു ഷോർട്ട് ചെറിയത് കാണിച്ചു തന്നു. അതിൽ തന്നെ കാണുന്നത് ഫുള്ള് അടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാരണം എന്താ ചോദിച്ചു. ആ സമയത്താണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു മകന് ഉമ്മയെ ലഹരിക്ക് അടിമപ്പെട്ട് ഉമ്മയെയും അവിടെ അവൻ്റെ കുടുംബത്തെ പലരെയും കൊന്ന വിഷയം ഉണ്ടായത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ താമരശ്ശേരി അതുപോലെ വേറൊരു കൊലപാതകം ഉണ്ടായത്. അപ്പോൾ അവൻ പറയാണ്, ഈ സിനിമ ഇപ്പം പിടിച്ചു വെക്കണം, ഇപ്പം ഔട്ട് ചെയ്താൽ ഇത് ഫുള്ള് നെഗറ്റീവായി മാറും, കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം. അപ്പോഴും അവനെന്താ ചിന്തിക്കണേ, ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യണം, എങ്ങനെ വരുമാനമാക്കണം എന്നാണ് ചിന്തിക്കുന്നത്. എന്ത് മെസ്സേജ് അതിലൂടെ കൊടുക്കുന്നു എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. എനിക്കത് ചോദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ സാഹചര്യം അതല്ലാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. പണം, പ്രസിദ്ധി, അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയാതിരിക്കാം. അവരൊക്കെ ലൈവിൽ വന്നിട്ട് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അതിലൂടെ പണം ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. വേറെ എന്ത് മെസ്സേജാണ് അവർ കൈമാറുന്നത്? അതൊരു ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലേക്കല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലൈവിൽ വന്നിട്ട് വല്ലം ഉടുത്തയച്ചിട്ട രൂപത്തിലൊക്കെ പെരുമാറുക. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്,
ഒരു കടപ്പാട് ഉത്തരവാദിത്തത്തിന്റെ ബോധം, ഒരു സാമൂഹിക ബോധം, ഒരു രാജ്യത്തിൽ ഒരു പൗരനായി ജീവിക്കുമ്പോൾ അവിടെ അവകാശങ്ങൾ മാത്രം ചോദിച്ചു വാങ്ങാതെ തൻ്റെ കടമയും കടപ്പാടും ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അവകാശം ചോദിക്കുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. ശരിയാണ്. മറ്റേത് എന്താ വെച്ചാൽ ഒരു സ്വാർത്ഥത. അതായത് ഇതൊക്കെ കണ്ടാണ്ട് വളർന്നൊരു സമൂഹം അവിടെ ബാക്കിൽ വരുന്നുണ്ട്. യെസ് അല്ലേ? അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ആ ഒരു മമ്മു എന്ന് പറയുന്ന വ്യക്തിയെയോ മാത്രം അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഇത്തരം മെസ്സേജുകൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന വീഡിയോസ് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരൽ അത്യാവശ്യമാണ്. അതിനെതിരെ സംസാരിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അതിനെതിരെ ശബ്ദിക്കുന്നിടത്താണ് ഇതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ. മറ്റേത് താൽക്കാലികമായിട്ട് 4 ആൾക്കാരുടെ ഇടയിൽ ആളാകാൻ വേണ്ടിയിട്ട് ലൈവിൽ വന്ന് അല്ലെങ്കിൽ വീഡിയോസിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുക എന്നത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, സൊല്യൂഷൻ അല്ല. ഇനി അഭിപ്രായങ്ങളൊക്കെ ഇത് വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവർ വന്ന് കമന്റ് ചെയ്യട്ടെ, നമുക്ക് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതിന് മറുപടി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇടാം. ഓക്കെ, അപ്പോൾ കാണാം. താങ്ക് യു.